أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلنا إليكم رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا فعصى فرعون الرسول فأخذناه أخذا وبيلا فكيف تتقون إن كفرتم يوما يجعل الولدان شيبا السماء منفطر به كان وعده مفعولا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുസമ്മിലിലെ 15 മുതൽ 19 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. ഇന്നാ അർസൽനാ ഇലൈക്കും, തീർച്ചയായും നാം നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു, റസൂലൻ, ഒരു ദൂതന്, ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി, കമാ അർസൽന, നാം അയച്ച പോലെ, ഇലാ ഫിർഔന, ഫിർഔനിലേക്ക് റസൂല, ഒരു ദൂതന്. ഫിർഔനിലേക്ക് ഒരു ദൂതനെ അയച്ച പോലെ നിങ്ങളിലേക്കും നാം ഇതാ ഒരു ദൂതനെ അയക്കുകയാണ്, നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയിട്ട്. ഫഅസാ ഫിർഔനു റസൂല, അപ്പോൾ ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചു. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു. അഖദൻ വബീല, ശക്തമായ ഒരു പിടുത്തം. ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചപ്പോൾ നാം ഫിർഔനെ, അവനെ നാം ഒരു പിടുത്തം പിടിച്ചു, ശക്തമായ ഒരു പിടുത്തം. ഫകൈഫ തത്തഖൂന, നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക, ഇൻ കഫർത്തും, നിങ്ങൾ നിഷേധിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷ്മത പുലർത്താൻ സാധിക്കുക? യൗമൻ, ഒരു ദിവസത്തെ, യജാലുൽ വിൽദാന, അന്ന് കുട്ടികളെ ആക്കും, ശീബ, നരബാധിച്ച ആളുകൾ, കുട്ടികൾ പോലും നരബാധിച്ച ആളുകളാകാൻ പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ നിഷേധിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സൂക്ഷ്മത പുലർത്താൻ സാധിക്കുക? അസ്സമാഉ, ആകാശം, മുൻഫത്തിറും ബിഹി, അത് പൊട്ടിപ്പിളരും, ആകാശം പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും. കാന വഅദുഹു, അവൻ്റെ വാഗ്ദാനം, മഫ്ഊല, പുലരുക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് പുലരുക തന്നെ ചെയ്യും. ഇന്ന ഹാദിഹി തദ്കിറ, തീർച്ചയായും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ഷാ, ആരുദ്ദേശിക്കുന്നുവോ, ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, അവനവൻ്റെ രക്ഷിതാവിലേക്ക് ഒരു മാർഗം സ്വീകരിക്കട്ടെ, വഴി കണ്ടെത്തട്ടെ. തീർച്ചയായും ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ഷാ, ആരുദ്ദേശിക്കുന്നുവോ, ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, അവൻ്റെ റബ്ബിലേക്ക് അവനൊരു വഴി കണ്ടെത്തട്ടെ. ഈ സൂറത്തിൽ ആകാശ ഭൂമികളെ സംബന്ധിച്ചും അതിൻ്റെ പരിണതിയെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു. പർവ്വതങ്ങളും ഭൂമിയുമൊക്കെ പൊട്ടിപ്പിളരുകയും മാമലകളൊക്കെ വെറും മൺകൂനകളായി തീരുകയും ചെതറിപ്പോവുകയും ചെയ്യുന്ന ദിവസത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു മുൻകാലവുമായി തട്ടിക്കുകയാണ്.
ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. ഫിർഔനിലേക്ക് ഒരു ദൂതനെ അയച്ച പോലെ നിങ്ങളിലേക്കും നാം ഇതാ ഒരു ദൂതനെ അയക്കുകയാണ്, നിങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ട്. എന്തിനാ നേരെ ഫിർഔൻ്റെ അടുത്തേക്ക് പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔൻ്റെ അടുത്തേക്ക് അയച്ചത് മൂസ അലൈഹി ഇസ്ലാമിനെയാണ്. മൂസ അലൈഹി ഇസ്ലാം ഫിർഔൻ്റെ കൊട്ടാരത്തിലാണ് വളർന്നത്. അദ്ദേഹം സാമ്പത്തികമായൊന്നും അങ്ങനെ സ്വന്തമായിട്ടൊന്നും ഇല്ലാത്ത ആളാണ്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനായി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് യത്തീമായി ഈ മക്കക്കാരുടെ ഇടയിൽ തന്നെ വളർന്നയാളാണ്. മൂസാ നബിയെ ധിക്കരിച്ച പോലെ തന്നെ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര വലിപ്പമുണ്ട് നിനക്ക് ഞങ്ങൾക്കറിയാമെന്ന രൂപത്തിൽ കളിയാക്കിയപ്പോൾ അതേ രൂപത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവരും നിന്നെ ഞങ്ങൾക്കറിയാം, നീ ഇന്ന സ്ഥലത്തുനിന്ന് വന്ന ആളല്ലേ, നിൻ്റെ അടുത്ത് എന്താ ഉള്ളത്, ഞങ്ങളെക്കാൾ വല്ല മേന്മയും നിനക്കുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കരിച്ച അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഫിറോൻ വളരെ നിസ്സാരമായി മൂസ അലൈഹി ഇസ്ലാമിനെ കണ്ട പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ നിസ്സാരനായി കണ്ടു എന്നർത്ഥം. പക്ഷേ സംഭവിച്ചത് എന്താ? ഫിറോൻ റസൂലിനെ വല്ലാതെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ ഒരു ഒറ്റപ്പിടുത്തം പിടിച്ചു. ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. ഫിർഔനെ മാത്രമല്ല, ഫിർഔൻ്റെ പിന്നാലെ കൂടിയ ആൾക്കാരൊക്കെ മുക്കിക്കൊന്നു. അതേ അവസ്ഥ നിങ്ങൾക്കും സംഭവിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടികളൊക്കെ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഒരാളെ യത്തീമായിട്ടോ ഒരാളെ ദരിദ്രനായിട്ടോ കണ്ട് ആ ആളിൽ നിന്ന് മാറ്റം, ഞങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരെയാണ് നിങ്ങൾ എടുക്കേണ്ടത്, പ്രവാചകനാക്കേണ്ടത് എന്നൊക്കെ നാട്ടുകാർ പറയുന്നതിനനുസരിച്ചല്ല അള്ളാഹു പ്രവാചകനെ നിശ്ചയിക്കുക. പ്രവാചകത്വത്തിന് അള്ളാഹു നിശ്ചയിക്കുന്നതിലെ ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ പൂർത്തിയാക്കിയ, ആ സ്വഭാവങ്ങൾ മുഴുവനുണ്ടായിരുന്നയാളായിരുന്നു പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അള്ളാഹു ചോദിക്കാൻ, ഫകൈഫ തത്തഖൂൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് സൂക്ഷ്മത പുലർത്താൻ കഴിയുക, ഇൻ കഫർത്തും, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുന്നു. ആ ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ പോലും നരബാധിച്ച ആൾക്കാരായി മാറും. അത്രയും വലിയൊരു ദിവസം, കുട്ടികൾക്ക് നരബാധിക്കുക എന്ന് പറയുന്നത് അത്രയും കഠിനമായ പീഡകളും ദുഃഖങ്ങളുമുള്ള ദിവസം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ കഠിനമായ ചൂടും ഉഷ്ണവുമുള്ളൊരു നാൾ എന്നാവാം. ഏതായാലും ഇളം പ്രായക്കാരായ കുഞ്ഞുങ്ങൾക്ക് പോലും വാർദ്ധക്യ സഹജമായ ജരാനരകൾ ബാധിക്കുന്ന അത്യന്തം ഭീതമായ ഒരു ദിവസം അങ്ങനെ വരാനുണ്ട്. ആ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ ധിക്കരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് സൂക്ഷ്മത പുലർത്താൻ കഴിയുക? മറ്റൊന്ന്, ആകാശം പൊട്ടിപ്പിളരുന്നു എന്നുള്ളതാണ്. കാനബാദുഹു മഫ്ഊല, അവൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറയുന്നു. ഭൂമി എന്ന നമ്മുടെ ഈ വാസ സ്ഥലത്തിൻ്റെ ഉറച്ച ഒരു മേൽക്കൂരയായിട്ടാണ് നമുക്ക് ആകാശത്തെ കാണാൻ പറ്റുക. ഈ ആകാശം പൊട്ടിത്തകർന്ന് ആ അന്ത്യനാളിൻ്റെ ഭീകരത, അന്ന് ഉറച്ച ആകാശത്തിൻ്റെ ഗതി, ആ ആകാശം പോലും പൊട്ടിപ്പിളർന്ന് ഒന്നുമല്ലാത്ത അവസ്ഥ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ ഇല്ലാത്ത ആ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതുണ്ടാകുമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ അവസ്ഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമായി പുലരും. അള്ളാഹു കളവ് പറയുന്ന ആളല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊന്ന് അള്ളാഹു ഇതിലൂടെ പറയുന്നത്. ഇന്ന ഹാദി തദിക്കിറ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഫമൻഷ അത്തഖദ ഇലാ റബ്ബിഹി സബീല, ആരുദ്ദേശിക്കുന്നു അവൻ അള്ളാഹുവിലേക്കൊരു വഴി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. സന്മാർഗം കാണിച്ചു തരുന്ന, ഉത്ബോധനം കാണിച്ചു തരുന്ന അള്ളാഹു ആ രക്ഷിതാവിലേക്കുള്ള വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവനനുസരിക്കുക, അതിൽ വ്യാപൃതനാവുക, അവനെ ധിക്കരിക്കാതെ സൂക്ഷിക്കുക. ആ നിലക്ക് അള്ളാഹുവായിട്ടുള്ള ബന്ധം തുടർന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ മോക്ഷമാർഗം നമുക്ക് മനസ്സിലാക്കി തരും. ആ അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുക. സർവശക്തനെ ഓർക്കുക, അവനോട് മാത്രം സഹായം തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ ഭൗതികവും ആത്മീയവുമായ എല്ലാ രംഗങ്ങളിലും നമ്മളെ അള്ളാഹു സഹായിക്കുകയും നമ്മളെ സ്വർഗത്തിലെത്താൻ അള്ളാഹു വേണ്ടതെല്ലാം ചെയ്തു തരികയും ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും ഒക്കെ സ്വർഗസ്ഥരാക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.